8.5 സെന്റ് സ്ഥലത്തില് 2350 സ്ക്വയർ ഫീറ്റ്, അതും 2 നില വീട്, അതും ബസ് റോഡ് സൈഡില്. ഇത് പറഞ്ഞു വരുന്നത് മറ്റൊരിടത്തുമല്ല, കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വീടാണ്, നല്ല രാജകീയമായിട്ട് തന്നെ പണിതിരിക്കുന്ന വീടാണ്. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട്. അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത മേഖലയാണ്. ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ചോദിക്കുന്ന വില 98 ലക്ഷം രൂപ മാത്രം, അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. 8.5 സെന്റ് സ്ഥലത്തില് 2350 സ്ക്വയർ ഫീറ്റ്, അതും ബസ് റോഡ് സൈഡില്. നല്ലൊരു വ്യൂ ഉണ്ട്. ബസ് റോഡിൽ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ കാണാം. നല്ല വീതിയുള്ള ബസ് റോഡ്, PWD റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കുക. 4 ബെഡ്റൂം ഉണ്ട്, 4 അറ്റാച്ച്ഡ് ആണ്. നല്ല ഡിസൈനോട് കൂടി നല്ലൊരു മോഡലായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല അടിപൊളി വീട്. ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയും നല്ലൊരു ക്വാളിറ്റിയോട് കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, നല്ല ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഡിസൈനോട് കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന, ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണിത്. മുറ്റമെല്ലാം ബാംഗ്ലൂർ സ്റ്റോണാണ് ഇട്ടിരിക്കുക. ബസ് റോഡ് സൈഡിൽ തന്നെ വീട് കിട്ടുക എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം വരുന്ന ഒരു കാര്യമാണ്. കാരണം ബസ് റോഡ് സൈഡിൽ വീട് അല്ല, കുറേ ഉള്ളിലോട്ട് കയറിയൊക്കെയായിരിക്കും സാധാരണഗതിയിൽ വീടുകളൊക്കെ നിർമ്മിക്കുക. ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് മറ്റൊരിടത്തുമല്ല, ഏറ്റുമാനൂർ പാലാ റൂട്ടിലാണ്. ഏറ്റുമാനൂർ പാല ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു 800-900 മീറ്റർ, 1 കിലോമീറ്ററിനടുത്ത് ദൂരം അകത്തേക്ക് കയറിയാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഇമേജ് കണ്ടു. കിണറൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. നല്ല മഴയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഫ്രണ്ട് ജനൽപ്പാളികളൊക്കെ നമുക്ക് കാണാം. നല്ലൊരു കാർ പോർച്ച്, നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് തന്നെയാണ്. സിറ്റ് ഔട്ടൊക്കെ കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. നമ്മുടെ ഫ്രണ്ട് മൊറ്റം എല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു. ഇനി നല്ലൊരു തേക്കിൻ്റെ തടി കൊണ്ടുള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് അലങ്കൃതമായ നല്ലൊരു അടിപൊളി ഭംഗിയുള്ള നല്ലൊരു അടിപൊളി വീട് തന്നെയാണ് നിങ്ങളീ കാണുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം, ഹോള്, ഡൈനിങ് ഹാള്, അതുപോലെ തന്നെ കിച്ചണ്, വർക്ക് ഏരിയ, അത്രയാണ് താഴത്തെ നിലയിലുള്ളത്. മുകളിലത്തെ നിലയിലൊരു ഫാമിലി ലിവിങ് ഏരിയയും അതുപോലെ 2 ബെഡ്റൂം, 2 സൈഡിലും ബാൽക്കണിയുമാണ് മുകളിലത്തെ നിലയിലുള്ളത്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണിത്. നല്ല ഓരോ വർക്കുകളും സൂക്ഷ്മതയോടുകൂടി നമുക്ക് വീക്ഷിക്കുമ്പോൾ മനസ്സിലാകും. നല്ല ഗംഭീരമായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇത് ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ കയറി. ഡൈനിങ് ഹാള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള് തന്നെ. അവിടെയും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മഴയത്ത് മുറ്റത്തോടെ വീഡിയോ എടുത്തപ്പോൾ ക്യാമറയുടെ ലെൻസിൽ ഇടയ്ക്ക് വെള്ളം വീണിരുന്നു. അതാണ് ഇടയ്ക്ക് ലൈറ്റിലൊക്കെ വേറൊരു ഡിസൈൻ പോലെയൊക്കെ നമുക്ക് തോന്നിക്കുക. ഏതായാലും ഇവിടെ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുക. ഒരു കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. കാരണം വീട്ടിലൊരു കോമൺ ടോയ്ലറ്റ് എപ്പോഴും ആവശ്യമാണ്. പുറത്തുനിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ കാണാവുന്ന രീതിയിലൊരു കോമൺ ടോയ്ലറ്റ് എപ്പോഴും ആവശ്യമാണ്. ഇവിടെയാണ് കിച്ചൺ വന്നിരിക്കുക. കിച്ചണ്, വർക്ക് ഏരിയ എല്ലാം ഉണ്ട്. കിച്ചണിലേക്ക് കയറിയപ്പോൾ അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇലക്ട്രിക്കൽ വർക്കുകളുടെ ഫിനിഷിംഗ് ഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ ലൈറ്റ്, ഇൻറ്റീരിയർ വർക്കുകളെല്ലാം നല്ല രീതിയിൽ കിച്ചണിലും ചെയ്തിട്ടുണ്ട്. ഒരു മോഡുലാർ കിച്ചൺ സെറ്റപ്പിലാണ് ഈ വീടിൻ്റെ ഈ കിച്ചൺ ചെയ്തിരിക്കുക. ഒരു മോഡുലാർ കിച്ചൺ പോലെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്.
നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ തന്നെയാണ്, മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ കാണുന്നത്. ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ലഭിക്കും എന്നുള്ളതും വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല എന്നുള്ളതുമാണ് ഈ ഏരിയയുടെ മറ്റൊരു പ്രത്യേകത. ഈ ഏരിയയിൽ എവിടെ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന, കാരണം അടുത്ത പ്രദേശത്തോടെയൊക്കെ പാടം കണ്ടമൊക്കെ ഉള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ എവിടെ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ്. എന്നാൽ വെള്ളം കയറുന്ന മേഖലയല്ല, ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണികൾ ഉണ്ടാവുന്നതുമല്ല. ഇവിടെ നമ്മൾ നേരെ വീണ്ടും ഡൈനിങ് ഹാൾ വഴി നമ്മുടെ കയറി വന്ന ഹാൾ വഴി വന്ന ലെഫ്റ്റ് സൈഡിലാണ് 2 ബെഡ്റൂം. ഈ 2 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഉപയോഗിച്ചിരിക്കുന്ന ടൈലാവട്ടെ, ഇലക്ട്രിക് ഫിറ്റിങ്സുകളാവട്ടെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു നല്ലൊരു സ്റ്റാൻഡേർഡുള്ള, നല്ലൊരു മോഡേൺ ആയിട്ടുള്ള നല്ലൊരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുക. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് കൊണ്ടുവന്ന് ചെയ്തിരിക്കുക. അവിടെ നമ്മുടെ ഈ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ളതാണ്. ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലംബിംഗ് മെറ്റീരിയലുകളെല്ലാം, ക്ലോസറ്റ് ആവട്ടെ, വാഷ് ബേസിൻ ആവട്ടെ, പൈപ്പുകളാവട്ടെ, എല്ലാം ബ്രാൻഡഡ് ആണ്. 10 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ്. ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. മീനച്ചിൽ ഹോംസ് കഴിഞ്ഞ 11 വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളതാണ്. അപ്പോൾ 11 വർഷത്തോളമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തന്നെ നിൽക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ഏജൻസി ആയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുക. അപ്പോൾ 11 വർഷമായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി, റെറ ലൈസൻസോടുകൂടി മുന്നോട്ട് പോകുന്ന റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണ്. നിങ്ങൾക്ക് റെറയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാകും, റെറ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസികളെ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ജെന്യുവനായിട്ടുള്ള രീതിയിൽ മാത്രമേ മീനച്ചിൽ ഹോംസിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ലൈസൻസ്ഡ് ആയതുകൊണ്ട്, ലൈസൻസ് ഉള്ള ഏജൻസി ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റേതായ എല്ലാ ക്രൈറ്റീരിയയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അതിനെ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. അതുകൊണ്ട് ഒരിക്കലും ചതിവോ വഞ്ചനയോ ഒരിക്കലും മീനച്ചിൽ ഹോംസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം മീനച്ചിൽ ഹോംസിന് എപ്പോഴും അതിൻ്റെതായ രീതിക്ക് മാത്രമേ കഴിഞ്ഞ 10 വർഷമായിട്ട് 11 വർഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ 11 വർഷത്തെ എക്സ്പീരിയൻസിൽ വന്നിരിക്കുന്ന ബന്ധങ്ങൾ, ഇത് ബാങ്കുകളാവട്ടെ, ആധാർ എഴുതുന്നവരാവട്ടെ, അല്ലെങ്കിൽ സർവേയർമാരാകട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ, ലീഗൽ നോക്കുവാനായിട്ടുള്ള അഡ്വക്കേറ്റ്സ് ആവട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഞങ്ങൾക്ക് ഇത്രയും വർഷം കൊണ്ട് ഏകദേശം 18 ബാങ്കുകളുമായിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ട്. ഈ ടൈപ്പുള്ള ബാങ്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ റെഡിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോൺ എടുത്തു തരാനായിട്ട്, ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആധാർ എഴുതുന്നതിനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആധാരമൊക്കെ എഴുതി തീർക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഞങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ കഴിഞ്ഞ 11 വർഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ഡിജിറ്റൽ മേഖലയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ആരംഭിച്ച ആദ്യത്തെ ഏജൻസിയാണ്. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഏജൻസിയാണ്. ഡിജിറ്റൽ മേഖലയിലൂടെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും, നിങ്ങൾക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, അങ്ങനെയൊക്കെയുള്ള ഏത് സോഷ്യൽ മീഡിയ സൈറ്റിൽ നോക്കിയാലും മീനച്ചിൽ ഹോംസിനെ കുറിച്ച് അറിയാം. കൂടുതൽ വീടുകൾ, സ്ഥലങ്ങളൊക്കെ നോക്കാൻ താല്പര്യമുണ്ടെങ്കിലും മീനച്ചിൽ ഹോംസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. www.meenachilhomes.com എന്ന വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് വഴി നിങ്ങളുടെ പരസ്യങ്ങൾ, നിങ്ങൾക്ക് വിൽക്കുവാനുള്ളവരാണെങ്കിൽ സ്വന്തമായിട്ട് പരസ്യം കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ മേടിക്കുവാനായിട്ടുള്ളതാണെങ്കിലും ആയിരക്കണക്കിന് പ്രോപ്പർട്ടികളുടെ, വീടുകളുടെയും സ്ഥലങ്ങളുടെയും ലിസ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലും നമ്മൾ വീടുകളോടാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മൾ വീട് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ജന്മം മുതലേ അവനൊരു നല്ലൊരു വീടാണ് ആഗ്രഹിക്കുക. വീട് ഇപ്പോൾ ഒരു വിദേശത്തേക്കൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം നല്ലൊരു വീട് വാങ്ങിക്കണം, പിന്നെ ഒരു കല്യാണം കഴിക്കണം എന്നൊക്കെയാണ് പലരുടെയും ചിന്ത. പ്രത്യേകിച്ചും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ആദ്യത്തെ സ്വപ്നം ഒരു വീടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരം ആയിരക്കണക്കിന് ആൾക്കാർക്ക് മീനച്ചിൽ ഹോംസ് വഴി സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ 11 വർഷമായിട്ട് വീട് പണിയുവാനായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളുടെയും കച്ചവടമാണ് കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കച്ചവടം ഡീൽ ഉറപ്പിച്ച് രജിസ്ട്രേഷന് ശേഷം താക്കോൽ കൊടുക്കുന്ന സമയത്ത്
അവരുടെ ആ മനസ്സിലുണ്ടാവുന്ന അല്ലെങ്കിൽ മുഖത്തുണ്ടാവുന്ന സന്തോഷം, ആ പുഞ്ചിരിയും, അതാണ് മിനിച്ചിൽ ഹോംസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്രോഫിറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രോഫിറ്റ്. അങ്ങനെ നമുക്ക് മുകളിലത്തെ നിലയിൽ ഡ്രസ്സിങ് ഏരിയ, ഓപ്പൺ ഏരിയ ഉണ്ടായിരുന്നു. അത് നമ്മളൊരു ബെഡ്റൂം കണ്ടു, ഫാമിലി ലിവിങ് ഏരിയ കണ്ടു. ഇനിയൊരു ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. ഈ വീട് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് വന്നു. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള സൗകര്യം, തുണി അലക്കി ഉണങ്ങാനിടാനായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. നല്ലൊരു ഓപ്പൺ ഏരിയയാണ് ഇവിടെ. അതെല്ലാം ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതാണ് മുകളിലേക്ക് കയറുവാനായിട്ട്, അതായത് നമുക്ക് വാട്ടർ ടാങ്കൊക്കെ കയറുവാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസാണ് ഇത്. ഒരു ഗോവണി കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലൊക്കെ വേറെ വീടുകളാണ്, ഇച്ചിരി ഒരു 1/2 ഏക്കർ സ്ഥലത്തിനകത്തൊക്കെ ഇരിക്കുന്ന വീടുകളൊക്കെ പോലെയാണ്. അപ്പോൾ അത് തൊട്ട് ചേർന്നൊന്നും നമുക്ക് വീടുകൾ വരത്തില്ല. അപ്പോൾ നമ്മുടെ പ്രൈവസി ഒത്തിരി കിട്ടുന്നതാണ് ഇവിടെ. ഒരു പച്ചപ്പിനകത്ത് ജീവിക്കാം, എന്നാൽ ടൗണിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ആസ്വദിച്ച് ജീവിക്കാം എന്നുള്ളത് തന്നെയാണ് ഈ വീടിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു ഫാമിലി ലിവിങ് ഏരിയയാണ്. നമുക്ക് ഇവിടെ TV യൂണിറ്റൊക്കെ വെക്കാൻ പറ്റും. ഇത് അടുത്ത ബെഡ്റൂം, നമ്മുടെ 4ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് കയറിയത്. വലിപ്പമുള്ള ബെഡ്റൂമുകൾ, വലിപ്പമുള്ള ഹാള്, വലിപ്പമുള്ള ഡൈനിങ് ഹാള്, നല്ലൊരു കിച്ചൺ, ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആരും താമസിക്കാത്ത പുതുപുത്തൻ വീട്. ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. മിനിച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ, അതായത് ഞങ്ങളുടെ കമ്പനിയുടെ ഫോൺ നമ്പർ ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് നേരിൽ കാണണം എന്ന ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ അതിമനോഹരമായ ഒരു ബാൽക്കണിയിലേക്കാണ് വന്നത്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് കാണുന്ന വീട് എല്ലാം കാണാം. നമ്മുടെ നല്ല അയൽവാസികളുള്ള നല്ലൊരു മേഖലയിലാണ്, നല്ലൊരു സ്റ്റാൻഡേർഡ് മേഖലയിൽ തന്നെയാണ്. അപ്പോൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ വിളിക്കുക. പുതുപുത്തൻ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.